വിക്രമാദിത്യ സിംഗിനെ അനുനയിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി ചർച്ചകൾ നടത്തി. അട്ടിമറി നീക്കം തടയാൻ 14 BJP MLA-മാരെ സസ്പെൻഡ് ചെയ്തു. സ്പീക്കറുടെ നടപടിക്കെതിരെ MLA-മാർ നിയമസഭയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്ന് നേരത്തെ ഗവർണറെ കണ്ട് BJP നേതൃത്വം അറിയിച്ചിരുന്നു. ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് എന്താണ് പുതിയ വിവരങ്ങൾ? സമവായ നീക്കം അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയെ മാറ്റി വേറൊരു പാർലമെന്ററി പാർട്ടി നേതാവിനെ കൊണ്ടുവരാനുള്ള കോൺഗ്രസിന്റെ നീക്കം അത് ഫലം കാണുമോ? അവിടെയും ക്ലെയിം കൂടുതലാണല്ലോ, കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രി പദം ആഗ്രഹിച്ച് രംഗത്തുണ്ടല്ലോ. എങ്ങനെ അനുനയം നടക്കും ഹിമാചലിൽ? സാധ്യമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും പരിശോധിക്കുകയാണ് വിജയൻ. കോൺഗ്രസിനെ സംബന്ധിച്ച് വിജയന് സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ രീതിയിൽ കോൺഗ്രസിന് അനിവാര്യമാണ് ഉത്തരേന്ത്യയിൽ ഈ സംസ്ഥാനം നിലനിർത്തി പോവുക എന്നുള്ളത്. നിലവിലുള്ള സാഹചര്യത്തിൽ കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതോടു കൂടി തന്നെ ഒരു സമവായ സാധ്യത എങ്ങനെ എന്നതിനെ കുറിച്ചാണ് കോൺഗ്രസ് ഇപ്പോൾ പരിഗണിക്കുന്നത്. കൂടുതൽ ഉപമുഖ്യമന്ത്രി പദം ഒക്കെ വച്ചുകൊണ്ടുള്ള ഒരു സമവായം എന്ന വിധത്തിലേക്ക് നീങ്ങുന്നു. ഈ വിക്രമാദിത്യ സിംഗിന് മുഖ്യമന്ത്രി പദം എന്ന ഒരു ആവശ്യം അദ്ദേഹം പരോക്ഷമായിട്ട് നൽകി കഴിഞ്ഞു. ഇല്ലെങ്കിൽ താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഹകരിച്ചു പോകാനായിട്ട് തയ്യാറാകില്ല. തന്നോടൊപ്പമുള്ള MLA-മാരുമായി മാറി നിന്ന് ഒരു ഗ്രൂപ്പായോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മറ്റ് സാധ്യതകൾ തേടുകയോ ചെയ്യും എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള ഇടപെടൽ ഈ നിമിഷം വരെ നമുക്ക് വേണ്ട വിധത്തിൽ വിജയിച്ചു എന്ന് പറയാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ വിമതര ആയി മാറിയിട്ടുള്ള ഇന്നലെ ക്രോസ് വോട്ട് ചെയ്ത 6 MLA-മാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവർക്കൊരു അന്ത്യശാസനം നൽകിയിരുന്നു. ഉച്ചയ്ക്ക് 1:30 മണിക്ക് മുമ്പേ അവർക്ക് വിശദീകരണം നൽകണം എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു വിശദീകരണം അവർ നൽകിയിട്ടില്ല. അഥവാ വാക്കാൽ നൽകിയ മറുപടി ആയിട്ടുള്ളത് തങ്ങൾ ഉത്തമ ബോധ്യത്തിലെടുത്ത തീരുമാനം പാർട്ടി നിലപാടുകൾക്ക് അഥവാ താല്പര്യങ്ങൾക്ക് ഉചിതമാണ് എന്ന ബോധ്യപ്പെട്ടത് കൊണ്ടാണ് തങ്ങൾ അത്തരത്തിലുള്ള തീരുമാനം എടുത്തത് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇനിയുള്ളത് മുഖ്യമന്ത്രി ആയിട്ടുള്ള സുഖുവിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണ്. നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് താൻ മാറി നിൽക്കാൻ തയ്യാറാണ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കും, അതുകൊണ്ടെങ്കിൽ അതിന് താൻ ഒരുക്കമാണ് എന്ന് അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് പോകാൻ പറ്റും എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. വിക്രമാദിത്യ സിംഗിനോട് കോൺഗ്രസ് സംസാരിക്കുന്നുണ്ട്. സമവായ സാധ്യത രൂപപ്പെടും എന്നാണ് കോൺഗ്രസ് കരുതുന്നത്. ഈ അനുനയ നീക്കങ്ങൾ നടക്കുന്നതിനിടെ മന്ത്രിസ്ഥാനം അടക്കം രാജിവെച്ച വിക്രമാദിത്യ സിംഗിന് മുഖ്യമന്ത്രി പദം നൽകിയാൽ അത് തെറ്റായിട്ടുള്ള കീഴ്വഴക്കവും സന്ദേശവും നൽകും എന്ന് ഉള്ള അഭിപ്രായമാണ് ഈ ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് ഉള്ളത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് പോവുകയും ഉപമുഖ്യമന്ത്രി പദം അടക്കമുള്ളവ നൽകി തൽക്കാലം വിക്രമാദിത്യ സിംഗിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ശ്രമമായിരിക്കും ഉണ്ടാകാനായി പോവുക. പക്ഷേ അത് എത്ര നാളത്തേക്ക് തുടരും എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിന് അറിയില്ല. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അവിടെ സർക്കാർ നിലനിന്ന് പോവുക എന്നുള്ളത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തിരിക്കുന്നു. വിജയൻ.